ഗുരുദാസ്പൂർ പഞ്ചാബ് അതിർത്തിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പാക് ബോട്ട് BSF പിടിച്ചെടുത്തു. ഇന്ത്യൻ തീരങ്ങളിൽ ആക്രമണം നടത്താൻ പാക് ബോട്ടുകൾ പുറപ്പെട്ടിട്ടുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ കുപ്രചാരണം മറികടക്കാൻ മിന്നലാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. മനുശങ്കരൻ ചേരുന്ന വിവരങ്ങളുമായി. മനു, പറയൂ. സ്വരാജ്, പഞ്ചാബ് മേഖലയിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒന്നായ രാവി നദിയുടെ തീരത്താണ് ഇത്തരത്തിലൊരു ബോട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബോട്ട് BSFന്റെ സഹായത്തോടെ നാവികസേന നടത്തിയ പരിശോധനയിൽ ബോട്ട് പാകിസ്ഥാൻ നിർമ്മിതമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബോട്ടിൽ ഭീകരർ സംഘം എത്തിയിരുന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ സൈന്യം വച്ചു പുലർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തിരച്ചിൽ തുടരുകയാണ്. മണിക്കൂറുകൾ പിന്നിടുന്നു തിരച്ചിൽ. എങ്കിലും ആരെയും ഇതുവരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് സൈന്യം നൽകുന്ന വിശദീകരണം. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പ്രദേശത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബോട്ട് ഈ മുംബൈ തീരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ നിന്ന് 9 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇവർ പാകിസ്ഥാനിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് എന്നാണ് നിലവിൽ സൈന്യത്തിന് ലഭിച്ചിരുന്ന വിവരം. ഇവരെ പോലീസ് ചോദ്യം ചെയ്ത് വരികയുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ബോട്ട് കൂടി പഞ്ചാബ് മേഖലയിൽ നിന്നുകൂടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കറാച്ചിയിൽ നിന്ന് 3 ബോട്ടുകൾ ഇന്ത്യൻ തീരം ലക്ഷ്യം വെച്ച് ആക്രമണത്തിന് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടിട്ടുണ്ട് എന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തീരസംരക്ഷണ സേനയും നാവികസേനയും തിരച്ചിൽ ഊർജിതമാക്കിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബോട്ട് കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. തിരച്ചിൽ തുടരുകയാണ്. അതേസമയം മറ്റൊരു ശ്രദ്ധേയമായ നീക്കം, നിലവിൽ ഈ പാക് സൈന്യം ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഇന്ന് രാവിലെയും വീണ്ടും വെടിയുതിർത്തു. 3 ദിവസത്തിനിടെ 9ാം തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നത്. അതേസമയം ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ ഉന്നയിച്ചത് ഇന്ത്യ ഒരു മിന്നൽ ആക്രമണം നടത്തിയിട്ടില്ല, പകരം അതിർത്തിക്കുള്ളിൽ നിന്ന് പാക് സൈന്യത്തിന് നേരെ ചില ഷെല്ലാക്രമണങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നത്. ഈ വിവാദങ്ങൾ ഇല്ലാതാക്കുവാൻ നിലവിലുള്ള സൈന്യത്തിന്റെ പക്കൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന വീഡിയോകൾ പുറത്തുവിടണമെന്നാണ് നിലവിൽ ഈ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനിക നീക്കം ലൈവായി ദില്ലിയിൽ ഇരുന്ന് കണ്ടിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവനകളും കേന്ദ്ര മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീഡിയോ ദൃശ്യം പുറത്തുവിട്ട് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരരാജ്, ശരി. മനുശങ്കരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.